ഹായ്, നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചക്കക്കുരു കൊണ്ടുള്ളൊരു ഐറ്റമാണ്. ചക്കക്കുരു ബീഫ് ചേർത്തിട്ടുള്ള ഉലർത്തൽ. ചക്കക്കുരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ്, അതോടൊപ്പം ബീഫും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം തന്നെയാണ്. ചക്കക്കുരുവിന് ബീഫ് പോലെ തന്നെ ഒരുപാട് പ്രോട്ടീൻസ് ഉള്ള സാധനമാണ് ചക്കക്കുരു. പക്ഷേ ചിലർക്കൊക്കെ ചക്കക്കുരു നമ്മൾ ഭയങ്കര പുച്ഛമാണെങ്കിലും പുച്ഛിക്കേണ്ട, ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് പഴമക്കാർ പറയത്തില്ലേ. പഴയുള്ള ആൾക്കാർക്കൊക്കെ അവരൊക്കെ ചക്കക്കുരു ധാരാളം കറി വെച്ച് കഴിച്ചിട്ടായിരിക്കാം അവർക്കൊക്കെ ഇപ്പോഴും നല്ല ആരോഗ്യം. നമ്മൾ ചക്കക്കുരുവൊക്കെ എന്താ പറയുക, പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞ് ബർഗറിൻ്റെയും പിസ്സയുടെയും ഒക്കെ പുറകെ പോയപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരുമാതിരി പിസ്സ ഓടിയിരിക്കുന്ന മാതിരി ഇങ്ങനെ ഇരിക്കാനും തുടങ്ങി. അതുകൊണ്ട് ആരും ചക്കക്കുരു ഒന്നും കളയണ്ട. ഇപ്പോൾ ചക്കയുടെയും ചക്കക്കുരിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ കിട്ടുന്നൊരു സമയമാണ്. മാക്സിമം നന്നായിട്ട് കറി വെച്ച് നോക്കുക, എല്ലാവരും കറി വെച്ച് കഴിക്കുക. അപ്പോൾ ഈ ഒരു കറി ഒരു വേറെ പ്രത്യേക ടേസ്റ്റാണ്. നമുക്കതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചക്കക്കുരു ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ചക്കക്കുരുൻ്റെ തോല് പൊളിച്ച് കളഞ്ഞിട്ട് ആ ബ്രൗൺ തോലുണ്ട്, അത് അധികം പൊളിച്ച് കളയരുത്. അതാണ് ഏറ്റവും ഗുണമുള്ള സാധനം എന്നാണ് പറയുന്നത്. ക്യാൻസറിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല ഇതാണ് ആ ബ്രൗൺ സാധനം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മാക്സിമം ചിരണ്ടി കളയാതിരിക്കാൻ നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണിത്. കടുക് ഉലത്തുന്ന എല്ലാ കറികൾക്കും കടുക് നല്ല ടേസ്റ്റാണ്, കടുക് വേണം. പിന്നെ ഇത് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ നമ്മൾ ഇതിലെടുത്ത് വെച്ചിരിക്കുന്ന ഇച്ചിരി ഉഴുന്ന് പരിപ്പും, കരിവേപ്പില, വെളിച്ചെണ്ണ. ഇതിന് ചക്കുവിൻ്റെ ഒപ്പം തന്നെ മെയിനായിട്ട് വേണ്ട കാര്യമാണ് ബീഫ്. നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ തന്നെ വേവിച്ച് എല്ലാ മസാലയും സാധനം എല്ലാം ചേർത്ത് വേവിച്ച് പറ്റിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. ഇനി അതിൻ്റെ അകത്തിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് തുടങ്ങാം, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം, എന്നിട്ട് എണ്ണ ഒഴിക്കാം. ചീനച്ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കണം. എണ്ണ ഒഴിക്കുകയാണേ, ഒരുപാട് എണ്ണ വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ഒഴിച്ചു, നമുക്ക് അതിൻ്റെ അകത്ത് തേങ്ങ കൊത്തിട്ട് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വരുന്നുണ്ട്, നമുക്കത് കോരിയെടുക്കാം. തേങ്ങാക്കൊത്ത് നല്ലോണം മൂത്തു, നമുക്കതെല്ലാം കോരിയെടുത്തിട്ട് തേങ്ങാക്കൊത്തെല്ലാം മൂത്തു നല്ല നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പരിപ്പും ഉഴുന്നും അത് ഒരു 1/2 ടീസ്പൂൺ വെച്ചുള്ളത് നമുക്കിത് ഇങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കാം. ഞാൻ ഒന്ന് ഇളക്കണം. അത് മൂക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് കുറച്ച് നന്നായിട്ട് ഇട്ടോ കേട്ടോ. ആ കടുക് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. കടുക് നന്നായിട്ട് പൊട്ടി അതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കാം. ഈ മസാലയെല്ലാം ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അതൊരു 2 പിടി ഒരു 1/4 തേങ്ങയുടെ ഇട്ട് കൊടുത്താൽ മതി. അടിച്ച് മിക്സിയിലിട്ട് അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് വേണമെങ്കിൽ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. അതൊന്ന് തീ കിടന്ന് മൂക്കട്ടെ. ആ തേങ്ങ കിടന്നൊന്ന് ഇച്ചിരി അതൊന്ന് ഇളക്കി മൂപ്പിക്കണം, കാരണം തേങ്ങയ്ക്ക് ഒരു പച്ച ചുവയുണ്ട്. അങ്ങനെ ഇതെല്ലാം വെന്തിരിക്കുന്ന സാധനങ്ങളാണ്. ചക്കക്കുരുവും വെന്തതാ, ബീഫും വെന്തതാ, എല്ലാം വെന്താ. അപ്പം മസാലപ്പൊടി ആ തേങ്ങയും കൂടി ഇട്ടൊന്ന് മൂക്കണം. വറക്കൊന്നും വേണ്ട, ഫ്രൈ ഒന്നും ആവണ്ട, അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറുന്നോടം വരെ വന്നിട്ട് ഇളക്കണം നമ്മൾ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില തണ്ട് ഇടാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം. തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. വറക്കണ്ട, നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടി വറക്കുന്ന പോലെ വറക്കണ്ട. അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറി കിട്ടിയാൽ മതി.
ഇനി നമുക്ക് അതിനകത്തോട്ട് ഈ വറുത്ത് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ആ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചക്കക്കുരു വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ബീഫ് വേവിച്ച് ബീഫ് നമ്മൾ സാധാരണ ബീഫ് കറി വെക്കുമ്പോൾ തന്നെ വേവിച്ചാൽ മതി കേട്ടോ. നമ്മൾ മസാലയും ഗരം മസാലയും സവോളയും എല്ലാം ഇട്ടിട്ടല്ലേ വേവിക്കുന്നത്, അതുപോലെ തന്നെ അങ്ങ് വേവിച്ചാൽ മതി. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ചക്കക്കുരു ഒക്കെ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇനി പ്രത്യേകം ഇതിനകത്ത് ബീഫിൻ്റെ അകത്ത് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. പിന്നെ അതിന് നമുക്ക് വേറെ എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ തേങ്ങ നമ്മൾ ഒരുപാട് ചേർത്തിട്ടില്ല, ഇതിനകത്തെല്ലാം ഉപ്പ് ആ തേങ്ങയിലൊക്കെ അങ്ങ് പിടിച്ചോളും. ഇനി ഉപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് ഉപ്പ് കഴിക്കേണ്ട, കാരണം എല്ലാവർക്കും തന്നെ പ്രഷറും അങ്ങനത്തെ എല്ലാ കുഴപ്പങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇച്ചിരി കുറച്ച് കഴിച്ചാൽ വെറുതെ പ്രഷർ കൂട്ടേണ്ട ആവശ്യം വരികയില്ല. അപ്പോൾ നമ്മൾ ഉപ്പ് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. ചക്കക്കുരു ഇങ്ങനെ ഒരു കഴിച്ച് തിരിഞ്ഞുമ്പോൾ മറ്റേ ഫിംഗർ വെറുതെ വെക്കണ്ട, മൊബൈലിലേക്ക് ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഐറ്റമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.